നോർത്ത് പറവൂർ ചേന്നമംഗലത്ത് നിന്നും പുലർച്ചെ 3:30 യാത്ര തിരിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം കബനിയിലേക്ക്. മാനന്തവാടി, കുട്ട, നാനാച്ചി വഴിയാണ് യാത്ര. മാനന്തവാടി കാഴ്ചകളാണിപ്പോൾ സ്ക്രീനിൽ. ഈ വനയാത്രയിലെ ആദ്യ കാഴ്ച മലയണ്ണാണ്ടയായിരുന്നു. എന്ത് രസകരമായിട്ടാണ് അവൻ ആ പഴം കഴിക്കുന്നത്. ആസ്വദിച്ച് മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവനതിൽ മുഴുകി കഴിക്കുകയാണ്. ഞാനേ പ്രതീക്ഷിച്ചുവെങ്കിലും ആ ഒരു കാഴ്ച നമുക്ക് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ നാനാച്ചി ഗേറ്റ് വഴിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആദ്യ കാഴ്ച കലമാനാണ്. കുട്ടയ്ക്കടുത്തുള്ള നാനാച്ചി ഗേറ്റ്, കബനിക്കടുത്തുള്ള കാക്കനക്കോട്ടെ ഗേറ്റ്, ഉംസൂരിനടുത്തുള്ള വീരന ഹോസ് ഹല്ലി ഗേറ്റ് എന്നിങ്ങനെ 3 സഫാരി ഗേറ്റുകളാണ് നാഗർഹോളയ്ക്കുള്ളത്. നമ്മളുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് അതിലെ യാത്ര സെലക്ട് ചെയ്യാം. നാനാച്ചി ഗേറ്റിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെ കാഴ്ചകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സഫാരി ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം. കബനിയിലെ കാക്കനക്കോട്ട് ഗേറ്റ് വഴിയുള്ള സഫാരിയാണ് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയുള്ള സഫാരി. 3 മണിക്കൂർ സഫാരിക്ക് 850 രൂപയാണ് ചാർജ് വരുന്നത്. ക്യാമറയ്ക്ക് അതിൻ്റെ ലെൻസിൻ്റെ വലിപ്പമനുസരിച്ച് 250 മുതൽ 1500 രൂപ വരെ അഡീഷണൽ ആകും. ഓൺലൈൻ ടിക്കറ്റ് എടുത്ത ശേഷം അരമണിക്കൂർ മുമ്പേ ബുക്കിംഗ് പോയിന്റിലെത്തി റിപ്പോർട്ട് ചെയ്യണം. ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിച്ചാൽ ബസ് നമ്പർ കിട്ടും. നമ്മൾ ഇത്തവണ ന്യൂ ബസ്സാണ് തിരഞ്ഞെടുത്തത്. നാനാച്ചി ഗേറ്റ് വഴിയുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാറ്റ് മേയുന്നു. അതിനിടയിലാണ് കാറിന് മുമ്പിൽ 2 ഹനുമാൻ കുരങ്ങുകൾ തമ്മിൽ അടിപിടി കൂടുന്ന കാഴ്ച കണ്ടത്. ഇത്തവണ താമസിച്ചത് ഹാൻഡ് സ്പോട്ടിൽ HD കോട്ടയിൽ മലയാളികൾ നടത്തുന്ന റോയൽ ഇൻ ഗ്രാൻഡിലാണ്. AC റൂമാണ് എടുത്തത്. 2400 രൂപയായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് നമ്മൾ കാക്കനക്കോട്ടയിലെത്തി. നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു. ഓൺലൈൻ ടിക്കറ്റ് കാണിച്ചു. ബസ് നമ്പർ കിട്ടിയതനുസരിച്ച് സീറ്റ് നോക്കി അതിൽ കയറിയിരുന്നു. ക്യാമറ ചാർജും ഓൺലൈനായി പേ ചെയ്തിരുന്നു. 1000 രൂപയായി ക്യാമറയ്ക്ക്. കബനിയിലെ 2 സഫാരിയിലും ഞാൻ കണ്ടിട്ടുള്ള മുഴുവൻ ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കബനിയിൽ എൻ്റെ 3ാമത്തെ സഫാരിയാണിന്ന്. 2 സഫാരി നിരാശാജനകമായിരുന്നു. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ആദ്യത്തെ സഫാരിയിൽ ഒരു കാഴ്ചകളും ഉണ്ടായില്ല. 2ാമത്തെ സഫാരിയിൽ അവസാനമായി ഒരു ആനേനെ കിട്ടി. മനസ്സിൽ നിറയെ ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്നാൽ സഫാരി നമുക്ക് തുടങ്ങിയാലോ? പ്രതീക്ഷകളൊന്നുമില്ലാതെ കാഴ്ചകളിലേക്ക് കണ്ണയച്ചങ്ങടെ യാത്ര ചെയ്യവേ പെട്ടെന്നാണത് സംഭവിച്ചത്. ടൈഗർ. 3 വയസ്സുള്ള സബ് അഡൽട്ടായ രാണയാണ് നമ്മൾ കണ്ടത്. എന്ന കാഴ്ചയായിരുന്നു. വണ്ടിക്ക് തൊട്ടരികെ ആഹാരം കഴിച്ച് വിശ്രമിക്കുകയായിരുന്നു അവൻ. നമ്മളെ കണ്ടതും ഇഷ്ടപ്പെടാതെ എണീറ്റവൻ കാട്ടിലേക്ക്. പിന്നെ അവനെ നോക്കി 1.5 മണിക്കൂർ ബസ് അവിടെ തന്നെ തിരിച്ചു മറിച്ചിട്ടു. ഈ ഒരു സഫാരിയിൽ ഞങ്ങളുടെ ബസ്സിന് മാത്രമായിരുന്നു ഈ ഒരു ഭാഗ്യം കിട്ടിയത്. അങ്ങനെ ജീവിതത്തിലെ 3ാമത്തെ സഫാരിയിൽ എനിക്ക് ആ ഭാഗ്യം കിട്ടി. ആദ്യമായി അവനെ കണ്ടപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കേട്ടോളൂ. 9 വർഷത്തെ കാത്തിരിപ്പിന് അവസാനം സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം എൻ്റെ ആദ്യത്തെ ടൈഗർ സൈറ്റിംഗ് ആണിത്. അതിലേയും ഇതിലേ വരും എന്ന് പറഞ്ഞ് വണ്ടി കുറേ അതിലേയും ഇതിലേക്ക് കൊണ്ടുപോയിട്ടു. അവൻ വിശ്രമിക്കാൻ പോയി, പിന്നെ വന്നില്ല. ഒത്തിരി സ്ഥലത്ത് മ്ലാവിനെ കണ്ടെങ്കിലും ഡ്രൈവർ വണ്ടി നിർത്തി തന്നില്ല. ഇപ്പോഴാണ് ഒന്ന് നിർത്തി തന്നത്. അതിനിടയിൽ ടൈഗർ ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടി പായിക്കുമ്പോഴാണ് ചെങ്കീരിയെ കണ്ടത്.
അവരുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നുകൊണ്ടേയിരുന്നു ടൈഗർ സൈറ്റിംഗ് നെക്സ്റ്റ്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കാട്ടിയെ കണ്ടത്. ജീപ്പ്, ബോട്ട്, കാൻഡർ അഥവാ ബസ് സഫാരികളാണ് ഉള്ളത്. ബസ് സവാരിയാണ് ചിലവ് കുറഞ്ഞത്. വനപ്രദേശത്തോട് ചേർന്ന് നിൽക്കുകയെ സോൺ എ എന്നും ജലാശയത്തോട് ചേർന്ന് നിൽക്കുകയെ സോൺ ബി എന്നും വിളിക്കുന്നു. ഇതിൽ ബസ്സിന് മാത്രമാണ് ഒരേ സമയം 2 സോണിലേക്കും പോകാനാവുക. അങ്ങനെ തിക്കിത്തിരക്കി ആ കാഴ്ച കണ്ടു. കടുവ ഉറങ്ങുന്ന കാഴ്ച. അതൊരു പെൺകടുവയായിരുന്നു. അതിനുശേഷം ബസ് നേരെ ബി സോണിലേക്ക് പോയി, അതായത് ജലാശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക്. ഇത്തവണ നിറയെ ആനക്കാഴ്ചകളായിരുന്നു. സമയം 6 മണിയായ കാരണം ഡ്രൈവർ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നതും എടുക്കുന്നതും. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് നമുക്ക് കാഴ്ചകളൊക്കെയായി നിർത്തി തരുന്നത്. പക്ഷേ ഇത്തവണ ഭാഗ്യം കൂടെയുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. കഴിഞ്ഞ ഒന്ന് കബനി വന്നപ്പോൾ 2 സഫാരി എടുത്തുവെങ്കിലും നിരാശാജനകമായിരുന്നു. കടുവയെ കണ്ടത് ഒരു സ്വപ്നത്തിലാണോ എന്ന പോലും ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇത്തവണ ആദ്യ സഫാരിയിൽ തന്നെ മികച്ച കാഴ്ചകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സഫാരിയിലെ യാത്രകൾ തീർച്ചയായും നമ്മളുടെ ഭാഗ്യം നിർഭാഗ്യം എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ജലാശയത്തോട് ചേർന്നുള്ള ഭാഗത്തേക്ക് പിന്നെയും വണ്ടി എത്തിച്ചപ്പോൾ കണ്ടത് കൂട്ടം ചേർന്ന് സംഘം തിരിഞ്ഞ് നെയ്യുന്ന ആനകളെയാണ് അങ്ങിങ്ങായി നിൽക്കുന്നത്. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. നല്ലൊരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇത്രയും ആനക്കൂട്ടത്തെ ഇപ്പോൾ കാണുന്നത്. ചിന്നാരിയിൽ കണ്ട ശേഷം പിന്നെയും 2 വർഷങ്ങൾക്കിപ്പുറം കാത്തിരുന്നിട്ടാണ് ഞാൻ ഈ ദൃശ്യം കാണുന്നതും പകർത്തുന്നതും. കാൽക്കൊണ്ട് തട്ടി പുല്ലുകൾ പിഴുതെടുത്ത് പിന്നെയും അത് കാലിൽ അരിച്ചരിച്ച് മണ്ണ് കളഞ്ഞ് അവ മേയുന്ന കാഴ്ച എന്തൊരു രസകരമാണ്. കാടുയാത്രകൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം, കേരളത്തിലെ മൃഗങ്ങൾക്ക് ആണ് ഒന്നുകൂടി എടുപ്പും ചന്തവും. അത് മാനായാലും മ്ലാവായാലും ആനയായാലും നല്ലൊരു ഭംഗി കേരളത്തിലെ മൃഗങ്ങൾക്കാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കഴിക്കുവാൻ ഒരുപാടുണ്ടായിട്ടും ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഒരു ക്ഷീണം പോലെ തോന്നാറുണ്ട്. ഒരു തീരമാകെ മാനുകൾ. പക്ഷേ ഡ്രൈവർ വണ്ടി നിർത്തി തന്നില്ല. മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണിവ. സമയമായതിനാൽ സ്പീഡിൽ വണ്ടി എടുക്കുമ്പോഴാണ് കാട്ടിയെ കണ്ടത്. ഒറ്റ സെക്കൻഡ് മാത്രമാണ് നിർത്തിയത്. മൊബൈലിലും ക്യാമറയിലുമായി പകർത്തിയ ദൃശ്യങ്ങളാണവ. കാരണം എതിരെ ഒരു ജീപ്പ് സഫാരി വരുന്നുണ്ടായിരുന്നു, അവർക്കായി ഒതുക്കി നിർത്തിയതാണ്. ജീപ്പ് സഫാരിയിൽ നമ്മൾ പറയുന്ന സ്ഥലത്തൊക്കെ നിർത്തിത്തരും. കാരണം അതിൻ്റെ ചാർജ് അത്രയാണ്. നമുക്കൊരു 10 ബസ് സഫാരി ഇറക്കാം, ഒരു തവണ ജീപ്പ് സഫാരി ഇറക്കണ ചാർജ് ഉണ്ടെങ്കിൽ. ഒരു മസിലലിയൻ, അതിൻ്റെ വലിപ്പവും നിറവും കണ്ടു. പെൺകാട്ടികൾക്ക് ഇത്രയും നിറമുണ്ടാവില്ല. ഇതോടുകൂടി ആദ്യ ദിവസത്തെ കാഴ്ചകൾ അവസാനിക്കുന്നു. രണ്ടാമത്തെ ദിവസം 6 മുതൽ 9 മണി വരെയുള്ള സഫാരിയാണ് തിരഞ്ഞെടുത്തത്. രാവിലത്തെ കാഴ്ചയാണിത്. യാത്ര തുടങ്ങിയതും പെട്ടെന്ന് തന്നെ അലാം കോൾ കേട്ടു. മാനെല്ലാം ഒരു ദിക്കിലേക്ക് നോക്കി അലേർട്ടായി നിൽക്കുന്നു. വണ്ടി കുറച്ചു നേരം നിർത്തിയിട്ടു. കാത്തിരുന്നുവെങ്കിലും ഒന്നും വന്നില്ല. അപ്പോഴാണ് മാനുകൾ തമ്മിലുള്ള ഫൈറ്റ് കണ്ടത്. കുറച്ച് സമയം കാത്തിരുന്ന ശേഷം വണ്ടി പിന്നെയും മുന്നോട്ടെടുത്തു. രാവിലത്തെ നല്ലൊരു ദൃശ്യമായിരുന്നു. 2 പെരിയാനകളും കുട്ടിയാനകളും തമ്മിൽ മഞ്ഞത്ത് നടന്നു വരുന്ന ആ കാഴ്ച. അവർ തിരികെ കാടിനുൾവശത്തേക്ക് പോകുകയാണ്.
ഒത്തിരി ഇനം പക്ഷികളെ കണ്ടെങ്കിലും ഡ്രൈവർ വണ്ടി നിർത്തി തന്നില്ല. പലതരം മരംകൊത്തികൾ, ഉപ്പൂപ്പൻ, സെർപ്പൻറ്റീഗിൾ എന്നിവയെ കണ്ടു. പനങ്കാക്ക മരപ്പൊത്തിലിരിക്കുന്നത് കണ്ടു. അതതിന് കുഞ്ഞിന് വേണ്ടി ഇര പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പുലിയെ കണ്ടു എന്ന സന്ദേശം വന്നു. വേഗം ഓടിപ്പോയി ചെന്നപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിലാണ് ആശാൻ കിടന്നുറങ്ങുന്നത്. ഒത്തിരി വാഹനങ്ങളുണ്ട്. ബസ്സായ കാരണം ആ പൊക്കത്തിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്ന ദൃശ്യങ്ങളാണിത്. ശത്രുവിനെ പേടിച്ചാണ് പുലി മരത്തിൽ കിടന്നുറങ്ങുന്നത്. എന്നാൽ ശാന്തഗംഭീരമായ ഉറക്കമാണെന്ന് നോക്കിക്കേ. ആശാൻ ഒന്നും അറിയുന്നില്ല. എന്തോരം വണ്ടികൾ താഴെ നിന്ന് ഹോൺ മുഴക്കുന്നറിയോ. ഇത് ഇത്തിരി ദൂരെയാണ് ദൃശ്യം, നമ്മൾ സൂം ചെയ്തെടുക്കുന്നതാണ്. ജീപ്പുകൾ തുരുതുര ഹോൺ അടിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആശാനെ ബാധിക്കുന്നേയില്ല. സഫാരി സമയം അവസാനിപ്പിക്കുവാൻ 1 മണിക്കൂർ കൂടിയുണ്ട്. വാഹനം മറ്റു ദിക്കുകൾ കൂടെ എടുത്തെങ്കിലും പിന്നെ കാര്യമായ കാഴ്ചകൾ ഉണ്ടായില്ല. അപ്പോഴതാ വരുന്ന ഒരു ഒറ്റക്കൊമ്പൻ. എന്നാൽ നീളമാണെന്ന് നോക്കണം അതിൻ്റെ കൊമ്പിന്. ഒത്തിരി നല്ല ഓർമ്മകളേകി ഈ യാത്രയുടെ അവസാനിക്കുകയാണ്.